ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തുന്ന ചൂടൊക്കെ മാറി മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മണ്ണൊക്കെ തണുത്തു തുടങ്ങി. നമുക്ക് ജൂൺ മാസമാണെങ്കിൽ എത്തറുവായി. നമുക്ക് ഏതൊക്കെ ചെടികളാണ് ജൂൺ മാസത്തിൽ നട്ടു വളർത്താൻ പറ്റുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് വെണ്ടയാണേ. മഴക്കാലത്ത് നല്ലതുപോലെ വളരുകയും ചെയ്യും, നല്ലോണം കായ്ക്കുകയും ചെയ്യുന്ന ചെടിയാണ് വെണ്ട. നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ, വെണ്ടയുടെ വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ ഒരു 40-45 ദിവസമാകുമ്പോഴേക്ക് ഇത് കണ്ടോ, ഇതേപോലെ നിറയെ പൂവിട്ട് തുടങ്ങും. അങ്ങനെ കായ്ക്കാൻ തുടങ്ങിയാൽ ഒരു 3 മാസക്കാലം വരെ നല്ലവണ്ണം കായ്കൾ തരികയും ചെയ്യുന്നൊരു ചെടിയാണ് വെണ്ട. ഇത് നമ്മൾ പാകി വെച്ചിരിക്കുന്ന വെണ്ടയുടെ തൈകളാണ്. വിത്തുകൾ പാകി ഞാനിതിനകത്ത് മുളപ്പിച്ചതാണ്. ഇതുപോലുള്ള മഴ സമയത്ത് നമ്മൾ തൈകൾ മാറ്റി നടുമ്പം തൈകൾ കുറച്ചും കൂടെ വളർന്ന് പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി നടാവൂ. തണ്ടിനൊക്കെ ഇച്ചിരി ബലം വന്നിട്ടേ നടാവുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായി അടുപ്പിച്ച് ശക്തിയോടെ മഴ പെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ തണ്ടുകൾ വളഞ്ഞു പോകാനും, ഇപ്പം തന്നെ നിൽക്കുന്നുണ്ടോ, തണ്ടുകൾ വളഞ്ഞു പോകാനും ഒടിഞ്ഞു പോകാനും ഒക്കെയുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടെ വളർന്നതിന് ശേഷം നട്ടുപിടിപ്പിക്കുക. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നതാണ്, വെണ്ടയുടെ വിത്തുകൾ നമ്മൾ പാകി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോഗ്യമില്ലാതെ നീണ്ടു വളർന്നു കയറുന്നു എന്ന് പരാതി പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനുള്ള പണി എന്ന് പറയുന്നത്, വെണ്ട വിത്തുകൾ നമ്മൾ പാകി വെച്ച് നമ്മുടെ മണ്ണിനകത്തോ അല്ലെങ്കിൽ ചകിരിച്ചോറിനകത്തോ പാകി നനച്ച് മാറ്റി വെച്ച് കഴിയുമ്പം മുളച്ചു തുടങ്ങുന്ന അവസരത്തിലുണ്ടല്ലോ, ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ വളർന്നു പൊങ്ങിയാൽ മാത്രമേ ആരോഗ്യമായിട്ട് തണ്ടിന് നല്ല ബലത്തോടെ വളർന്നു കയറത്തുള്ളൂ. അല്ലെങ്കിലാണ് ഇങ്ങനെ നൂല് പോലെ വളർന്നു പൊങ്ങും. അതവർ വെളിച്ചം കിട്ടാനായിട്ട് അല്ലെങ്കിൽ വെളിച്ചം സംഘടിപ്പിക്കാനുള്ളവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെടി അങ്ങനെ നീണ്ടു പൊങ്ങി പോകുന്നത്. മുളക് നട്ടുപിടിപ്പിക്കാൻ നല്ല സമയമാണ് ഇത്. ഈ മുളക് ചെടികൾ നന്നായി വളരുകയും നല്ലതുപോലെ കായ്ക്കുകയും ചെയ്യുന്നത് മഴ സമയത്താണേ. കാരണം കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ തൈകളാണേ. മുളകിൻ്റെ തൈകൾ നടുമ്പം എപ്പോഴും നല്ലതുപോലെ അടിവളം ചേർത്തിട്ട് വേണം നടാൻ. ഇപ്പം നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സാണ് ഈ പാത്രത്തിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത്, ഈ പോട്ടിംഗ് മിക്സിനകത്തേക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കുവാണേ. അപ്പോൾ ആ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് എല്ലുപൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വളം കുറച്ചിട്ടിട്ട് ഞാൻ ഇത് മണ്ണിട്ട് മൂടുവാണേ. ചെറുതായിട്ട് മണ്ണിട്ട് മൂടി. ഇനി നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ മുകളിലോട്ട് ഈ മുളകിൻ്റെ തൈയെ വെക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിവളം ചേർത്ത മണ്ണിൽ മുളക് തൈ നട്ടാലും ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വളം കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടി പെട്ടെന്ന് ആരോഗ്യത്തോടെ വളരുകയും നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. മഴക്കാലത്ത് നല്ലതുപോലെ വളരുകയും വിളവ് തരികയും ചെയ്യുന്ന മറ്റൊന്നാണേ വഴുതന. ഇത് കണ്ടോ, ഇത് വഴുതനയുടെ തൈകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വഴുതനയുടെ തൈകൾ നമ്മൾ മണ്ണിലേക്ക് മാറ്റി നട്ടാൽ ഒരു 40-45 ദിവസമാകുമ്പോൾ മുതൽ വിളവെടുത്ത് തുടങ്ങാനായിട്ട് പറ്റും. അത്രയ്ക്ക് നന്നായി വളരുകയും വിളവ് തരികയും ചെയ്യുന്ന ഒന്നാണ് വഴുതന. ഇത് നമ്മുടെ വളർന്നു പൊങ്ങിയിരിക്കുന്ന വഴുതനയാണേ. ഇതിവിടെ ഒരു 2-3 ചുവട് വഴുതനയുണ്ട്. പക്ഷേ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ അറിയാം, ഇതിൽ വിളവ് കായ്ഫലം കുറവാണ്, കായ്കൾ ഉണ്ടാകുന്നത് കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നല്ലവണ്ണം ചെടികൾ മുകളിൽ കൂടെ കയറി പന്തലിട്ട് കണ്ടോ. അപ്പോൾ സൂര്യപ്രകാശം കുറഞ്ഞു. വഴുതനയ്ക്കെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടിയാലേ നന്നായിട്ട് കായ്ക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ചൂടലുകൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ വെട്ടി മാറ്റിക്കോണം. അതല്ലെങ്കിൽ നല്ല തുറസായ സ്ഥലത്ത് വഴുതനകൾ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ളൊരു വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് തക്കാളിയുടെ തൈകളാണേ. ഈ മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ തക്കാളി വളരെ നല്ലതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ എല്ലാവരും കമൻറ്റ് ചെയ്യുമായിരുന്നു, തക്കാളിയുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു, കായ്കൾ കൊഴിഞ്ഞു പോകുന്നു, കായ്കൾ പിടിക്കുന്നില്ല എന്നൊക്കെ. അതിനെല്ലാം ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതികഠിനമായ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. അത്രയ്ക്ക് ഉയർന്ന ചൂട് നമ്മുടെ തക്കാളി പോലെയുള്ള ചെടികൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ആ ചൂട് കാരണം പോളൻസ് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് പൂക്കളിൽ പോളിനേഷൻ നടക്കാഞ്ഞതും കായ്കൾ ഉണ്ടാകാതെ ഇരുന്നതും. അപ്പോൾ ഇനിയിപ്പോഴാണെങ്കിൽ ആ കുഴപ്പമില്ല, മഴയൊക്കെ പെയ്തു തുടങ്ങി, മണ്ണൊക്കെ തണുത്തു തുടങ്ങി. അപ്പോൾ തക്കാളി വളർത്തിയാൽ നല്ലതുപോലെ പൂവിടുകയും
കായ്കൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. ഒട്ടും താമസിപ്പിക്കാതെ തക്കാളിയൊക്കെ പേരും നട്ടുപിടിപ്പിച്ചോണം. ഇതൊക്കെ കൂടാതെ പാവൽ കണ്ടോ, പയർ, പടവലം, കുമ്പളം, പീച്ചിൽ, ചുരയ്ക്ക ഒക്കെ നടാം. ചുരക്കയുടെ ഒരു പ്രത്യേകതയാണ് ഈ മഴക്കാലത്താണ് നല്ലതുപോലെ ഉണ്ടാകുകയും ചെയ്യുന്നത്, നല്ല വലിയ കായ്കൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് അവരുണ്ടായി ഇങ്ങനെ കിടക്കുവാണ്. അത് ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് ഇങ്ങനെ ചുരക്ക ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട, മഴ തോർന്നാലുടനെ വിത്തുകളൊക്കെ പാകി വയ്ക്കാനും തൈകൾ മാറ്റി നടാനുള്ളതൊക്കെ മാറ്റി നടാനും തുടങ്ങിക്കൂ. അപ്പോൾ നമുക്കൊരു ചെറിയ വിളവെടുപ്പും കൂടെ നടത്താവേ. ആദ്യം നമുക്ക് ഈ പാവയ്ക്ക വിളവെടുക്കാവേ. കണ്ടോ, നല്ല അത്യാവശ്യത്തിന് നല്ല വെള്ള പാവയ്ക്കയാണ്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ പാവയ്ക്കകളുണ്ട്. ആ പാവയ്ക്കകളെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി വലിപ്പം വയ്ക്കുന്ന ഇനങ്ങളല്ല. ഇതുപോലെ കണ്ടോ, ഉണ്ടച്ചുണ്ടച്ചിരിക്കുന്ന പാവയ്ക്കകളാണ്. അങ്ങനെയുള്ള കുറേ എണ്ണം ഇവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു സെറ്റ് വിത്ത് ഇവിടെ പാകിയതാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എന്നാൽ ഇതുപോലെ കണ്ടോ, നീളം വെച്ച് വരുന്ന പാവയ്ക്ക എന്ന് പറഞ്ഞാൽ അത് വേറെ എണ്ണമാണ്, നീണ്ടു വരും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊരു പയറാണേ. അപ്പുറത്തെ സൈഡിൽ കയറിയിട്ട് ബാക്കി പയർ നമുക്ക് പറിക്കാം. പിന്നെ ഇത് ഇവിടെ വേറെ പയറുണ്ടെന്ന് തോന്നുന്നല്ലേ, ഇത് പറിക്കാം. ഇനി ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാകുന്നുണ്ട്. ഒരു സമയത്ത് ആ ചൂട് സമയത്ത് പയറിൻ്റെ പൂക്കൾ മുഴുവനും കൊഴിഞ്ഞു പോകുമായിരുന്നു. ആ സമയത്ത് നിന്നിരുന്ന പയർ തന്നെയാണ്, പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല. പക്ഷേ കായ്കൾ ഇപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സാലഡ് കുക്കുംബറാണേ. കണ്ടോ, കവറൊന്നും ഇടണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇവിടെ കിടക്കുന്ന കായ്ച്ചക്കെണിയാണ്. ഇത് കായ്ച്ച പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ. ഈ ഇരിക്കുന്നവന്മാരെല്ലാം നമ്മുടെ കായ്കളെ ശല്യപ്പെടുത്തുന്നവന്മാരായിരുന്നു. അപ്പം ഇത് കണ്ടോ, ഇതൊരെണ്ണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാവയ്ക്കയുണ്ട്, അതും കൂടി എടുക്കാം. ഇത് കണ്ടോ, ഉണ്ടായി വരുന്നൊരു വെള്ളരിയാണ്. അപ്പോൾ ഇനി നമുക്കിവർക്ക് ഇത്രയും വരെയൊക്കെ ഈ പാകത്തിൽ എത്തിക്കഴിയുമ്പം, അല്ലെങ്കിൽ ഇത്രയും നേരം വരുന്നതിന് മുമ്പ് ഇതുപോലെ വരകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കവറിട്ട് കൊടുത്ത് സൂക്ഷിച്ചോണം. ഇത് കണ്ടോ, ഈ സാലഡ് കുക്കുംബറും കൂടെ നമുക്ക് വിളവെടുക്കാവേ. പിന്നെ ഇവിടെ നമ്മുടെ വെണ്ടയിൽ വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1-2 വെണ്ടയ്ക്ക കൂടെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇത് കുഞ്ഞമ്പാവയ്ക്കാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നമുക്കറിയാം, ഷെയ്പ്പൊക്കെ കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ ഒത്തിരി വളരുന്ന പാവയ്ക്കയല്ല. ഇവിടെ ഒരു പാവയ്ക്കുണ്ടേ. അതുപോലെ ഇതൊരെണ്ണം ഉണ്ടേ. ബാക്കിയൊക്കെ ചെറിയ പാവയ്ക്കകളാണ്. നമുക്ക് നോക്കാം വല്ലതും ഉണ്ടോയെന്ന്. ഇവിടെ കണ്ടോ, ചെറിയ വെള്ളരി ഉണ്ടാകുന്നുണ്ടോ, ഈ വെണ്ട കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 വെണ്ടയ്ക്കയും കൂടെ പറിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. പക്ഷെ നമ്മളിത് ഈ വെണ്ട കണ്ടോ, അവർ വെയിൽ കിട്ടാൻ വേണ്ടി വളഞ്ഞു പോകുവാണ്. അപ്പം ഇതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് വെണ്ടകൾ വളർത്തേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ചൂടലിങ്ങനെ ആയിപ്പോയി, കുറച്ചത് മുറിച്ച് കളഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇതൊരു നല്ല അടിപൊളി വെള്ളരിക്കയാണേ. നല്ല പാകത്തിന് വിളഞ്ഞതാണ്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 3/4 കിലോയിലധികം കാണും. ഇത് 2 വെണ്ടയാണേ. ഈ വെണ്ടകൾക്ക് മഴക്കാലത്ത് രോഗങ്ങൾ കുറവാണ്. ഈ വെള്ളീച്ചകളും അതുപോലെ മീലിമൂട്ടകളുടെയൊക്കെ ശല്യം കുറവായതുകൊണ്ടാണ് വെണ്ട നന്നായി മഴയത്ത് കായ്ക്കും എന്ന് പറയുന്നത്. ഇത് ഒരമരയാണേ. കണ്ടോ, കായൊക്കെ പറിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുമുണ്ട് കണ്ടോ, കൂട്ടമായിട്ട് ഇതിലൊക്കെ ഉണ്ട് കണ്ടോ. മഴ വന്നാലാണ് ഇവരൊക്കെ നല്ലപോലെ കാ പിടിക്കുന്നത്. ഇത് 2-3 പയറാണേ. അപ്പോൾ നമുക്ക് ഈ പയറും കൂടെ അങ്ങ് പറിച്ചെടുത്തേക്കാം. അപ്പം പറിക്കുന്ന സമയത്ത് ഒരുമിച്ച് വിളവെടുക്കുവാണെങ്കിൽ പിന്നെ അടുത്ത സെറ്റും അതേപോലെ നമുക്ക് പറിച്ചെടുത്താൽ ഒരു കറി വെക്കാനുള്ളത് കിട്ടും. ഇനിയിപ്പം ഇതിനിടയ്ക്കെങ്ങാനും എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. അത്യാവശ്യം കാണാൻ പറ്റുന്നിടത്തുള്ള പയർ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഈ കവറിനകത്ത് ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത് എന്നാണെന്നറിയോ, കണ്ടോ, ഒരു ഷമാമിൻ്റെ കുഞ്ഞാണേ. അവന്മാർ വളർന്നു വരട്ടെ. ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ മത്തം വണ്ടിൻ്റെയും ഒക്കെ ശല്യം വരും, അതുപോലെ തന്നെ പുഴുവിൻ്റെയും വരും. ഇത് ഞാനൊരു കത്രിക്ക പറിച്ചെടുത്തതാണേ. ഇവിടെ ഒരു വെള്ളരിക്കയുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ലൊരു വെള്ളരിക്കയാണ്. നമുക്കത് വിളവെടുക്കാം. ഇനി ഇവിടെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ കവറിനകത്ത് കെട്ടിയിട്ടതാണ്. കണ്ടോ, നല്ല കളറോട് കൂടി കിടക്കുവാണ്. ഈ വെള്ളരിക്കയൊക്കെ എപ്പോഴും വേനൽക്കാല കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നല്ല 2 വെള്ളരിക്ക കിട്ടി. ഇനി ഇഷ്ടം പോലെ നമുക്ക് ചീര പറിച്ചെടുക്കാനുണ്ട്. ചീര പറിക്കണോ? ഇതെന്നാന്നറിയോ,
നിലക്കടലയാണേ. ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അതിന് ചോട്ടിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കാണത്തില്ല. ഇതേപോലെ കണ്ടോ, പൂക്കൾ വരുന്ന അവസരത്തിലാണ് ഇതേപോലെ പൂക്കൾ വരും. ഈ പൂക്കൾ വരുന്ന അവസരത്തിൽ മണ്ണിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ചുവട്ടിൽ ഇഷ്ടംപോലെ കടല ഉണ്ടായി കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് സാലഡ് കുക്കുംബറിൻ്റെ വേറൊരു വെറൈറ്റിയാണേ, അർമേനിയൻ കുക്കുംബർ. ഇന്ന് നമ്മൾ വിളവെടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ 2-3 വെള്ളരിക്ക, ഇതൊരു വഴുതനങ്ങയാണ്, പിന്നെ കുറച്ച് പാവയ്ക്കയുണ്ട്, ഇതെല്ലാം കുറച്ച് പയറാണേ. അപ്പം ഞാൻ ഇവിടോട്ട് എടുത്തു വെക്കാം. ഇത് ഇത്രയും പയർ കിട്ടി. അതുപോലെ നമുക്ക് കുറച്ച് പാവയ്ക്കകൾ കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഇനങ്ങളാണ്. ഇനി നമുക്കൊരു കറുത്ത പാവയ്ക്കയുണ്ട്, കറുത്ത എന്നല്ല, നല്ല കറുത്ത ഡാർക്ക് പച്ച നിറത്തിലുണ്ടാകുന്നൊരു പാവയ്ക്കയുണ്ട്. അതിന് നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഒരെണ്ണം സംഘടിപ്പിക്കണം, ഇവിടെ ഇല്ല എനിക്ക്. അപ്പോൾ ഇത് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇത് 3 സാലഡ് കുക്കുംബറാണേ. പിന്നെ ഇത്രയും വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ജൂൺ മാസത്തെ കൃഷി തുടങ്ങാൻ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട. എല്ലാം പെട്ടെന്ന് പാകി വെക്കുകയും നട്ടു വളർത്തുകയും മാറ്റി നടുകയും ഒക്കെ ചെയ്തോണം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.